2024 അവസാനത്തെ നാളുകളിലേക്ക് നാം പ്രവേശിക്കുവാൻ പോകുമ്പോൾ നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നമ്മെ ഈ ഒരു വർഷക്കാലം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നവരായിരിക്കണം. ദൈവം നമ്മെ ആപത്തനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് നമ്മെ പരിപൂർണമായി കാത്തുപരിപാലിച്ച കൃപകൾക്ക് നന്ദിയുള്ളവരായിരിക്കണം. ഈ ലോകത്തുനിന്ന് അനേകം പേർ പട്ടുപോയപ്പോഴും ഇന്നും നമ്മെ ജീവനോടെ ആക്കിയിരിക്കുമ്പോൾ ആ ദൈവത്തിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരികയില്ല. നമുക്ക് ഈ ഒരു വർഷക്കാലം പല പ്രതികൂലങ്ങൾ കടന്നു വന്നു, പ്രതിസന്ധികൾ കടന്നു വന്നു, രോഗങ്ങൾ കടന്നു വന്നു, പലവിധ പ്രശ്നങ്ങൾ കടന്നു വന്നു. പക്ഷേ അതെല്ലാം അതിജീവിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ നാം ഇന്നും നിലനിൽക്കുന്നതിന് ഓർത്ത് നന്ദിയുള്ളവരായിരിക്കണം. ദൈവം ചെയ്തു തന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങൾ, ദൈവം നമ്മെ നടത്തിയ ഓരോ വിധങ്ങൾ ഓർത്ത്, വഴികൾ ഓർത്ത് ഒക്കെ നാം നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് പ്രതിസന്ധികൾ അതിജീവിക്കുവാൻ സാധിക്കാതെ പോയിരുന്നെങ്കിൽ നാം ഇന്ന് ഏതെല്ലാം അവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോകുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാതെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. എപ്പോഴും നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിന് തൻ്റെ ഹൃദയം നിറഞ്ഞ്, ദൈവത്തിനോട് നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുമാറ് നമ്മൾ ദൈവത്തെ നന്ദി പറയുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ കരുണ, ദൈവത്തിൻ്റെ ആ വലിയ കൃപ നമ്മെ വിട്ടുമാറാതെ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെയും നമ്മുടെ തലമുറകളെയും നമുക്കുള്ളവരെയും നമ്മുടെ കൂടെ പിറപ്പുകളെയും എല്ലാം ദൈവം കാത്തു പരിപാലിക്കുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നമ്മെ പരിപാലിക്കുന്ന ഓരോ വിധങ്ങളോർത്ത് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കടന്നു വന്നിട്ടും ദൈവം നമ്മെ തളർന്നു പോകാതെ, തകർന്നു പോകാതെ, നശിച്ചു പോകാതെ നമ്മെ കാത്തു പരിപാലിക്കുന്നതിനോർത്ത് നന്ദിയുള്ളവരായിരിക്കണം. ഹോസ്പിറ്റലിൻ്റെ വക്ക് വരെ എത്തിയിട്ട്, ഹോസ്പിറ്റലിൻ്റെ ബെഡ് വരെ എത്തിയിട്ടും അവിടെ നിന്നെല്ലാം ദൈവം നമ്മളെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്ന് ആയുസ്സാരോഗ്യത്തോടെ നിലനിർത്തിയിരിക്കുന്നതിനെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുവാൻ പറ്റുമോ എന്ന് പോലും പലപ്പോഴും ചിന്തിച്ച മേഖലകളെല്ലാം ചെയ്യുവാനായി സഹായിച്ച, നമുക്ക് അതിനായുള്ള മുഖാന്തരങ്ങളെ ഒരുക്കി തന്ന ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. പലവിധ ഡിസിഷൻസ് നാം ദൈവസന്നിധിയിൽ മുറുകെ പിടിച്ചുകൊണ്ട്, നാം ദൈവസന്നിധിയിൽ നിലനിന്നുകൊണ്ട്, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ഈ ഒരു വർഷക്കാലം എടുക്കുവാൻ സാധിച്ചു എങ്കിൽ അതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയണം. നാം എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു എങ്കിൽ ദുഃഖങ്ങൾ കടന്നു വന്നില്ല എന്നല്ല, ദുഃഖങ്ങൾ കടന്നു വന്നു കാണും, പ്രതികൂലങ്ങൾ കടന്നു വന്നു കാണും, പ്രതിസന്ധികൾ കടന്നു വന്നു കാണും. പക്ഷേ അവിടെയെല്ലാം ചിരിച്ചുകൊണ്ട്, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആനന്ദത്തോടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചുവെങ്കിൽ ആ ദൈവത്തിന് നാം നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തുതിക്കുക. ആ കാര്യം മാത്രം നമ്മുടെ ജീവിതത്തിൽ ഈ വരുന്ന 2025 പ്രവേശിക്കുന്നതിന് മുമ്പായി ദൈവത്തിന് കൊടുക്കേണ്ടുന്നതായ നന്ദി നമുക്ക് എത്രത്തോളം, ഈ നാവ് കൊണ്ട് എത്ര തന്നെ പറഞ്ഞാലും തീരാത്തതാണ് ദൈവത്തിനോടുള്ള നന്ദി. പക്ഷേ ദൈവത്തോട് എത്രത്തോളം പറയുവാൻ കഴിയുമോ അത്രത്തോളം നാം നിറവോടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ആഴത്തിൽ നിന്ന് നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരുന്നാൽ, നന്ദി പറയുന്നവരായിരുന്നാൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരുന്നാൽ ആ ദൈവത്തിൻ്റെ മഹത്വമായ കരം, ദൈവത്തിൻ്റെ കൃപയേറിയ കരം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വരും വർഷക്കാലവും നമ്മെ അതിസമൃദ്ധിയായി ഇതുവരെയും നടത്തിയതിനേക്കാൾ ഉപരി
നാം ഇതുവരെയും ദൈവം ചെയ്തു തന്ന ഓരോ കാര്യങ്ങൾക്കും നാം നന്ദിയുള്ളവരായിരുന്നതുകൊണ്ട് അതിനേക്കാൾ ഇരട്ടിയായി അനുഗ്രഹങ്ങൾ ദൈവം വരുന്ന വർഷം നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാകണം. ദൈവം എന്ത് നന്മകൾ നമുക്ക് ചെയ്താലും, ദൈവം ചെറുതാകട്ടെ വലുതാകട്ടെ എന്ത് നമുക്ക് നൽകിയാലും അതിന് ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ആയിരിക്കാൻ, ദൈവം എനിക്ക് ഇത് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ വിശ്വാസത്തോടുകൂടി ഉറപ്പോടുകൂടി ദൈവസന്നിധിയിൽ സ്തുതിയോടെ സ്തോത്രത്തോടെ ആയിരിക്കാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.